ഹായ്. ലൈഫിൽ ഇങ്ങനെ പഴയ മെമ്മറീസൊക്കെ ഓർക്കുക, അതിങ്ങനെ പറയുക, അതെൻ്റെ ഒരു ഹോബിയായിട്ട് ഞാൻ എടുത്തേക്കാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാട്ടോ ഞാനിത് പറയുന്നത്. ഇതൊരു തമാശയാണോ എന്നാൽ അതിൽ കാര്യം ഉണ്ടാകുന്നത് നിങ്ങൾ കഴിയുമ്പോൾ മനസ്സിലാവും. കുറേ നാളുകൾക്ക് മുമ്പ് ഡ്രൈവിങ് പഠിച്ച് ഇറങ്ങിയ സമയത്ത് ഏതൊരാൾക്കും ഒരു ആഗ്രഹമാണ് വണ്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഓടിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്. അങ്ങനെ ഞാൻ എന്നെ വണ്ടി ഓടിച്ച് പഠിപ്പിച്ച ആശാനോട് ഇങ്ങനെ എപ്പോഴും പറയും. അപ്പോൾ ആശാൻ്റെ കൂടെ പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഫോൾട്ടുകളിലൊക്കെ ആശാൻ കയറിയിട്ട് അവരുടെ വണ്ടിയിൽ വേറെ ബ്രേക്കും ക്ലച്ചുള്ളതുകൊണ്ട് അവർ പിടിക്കും. അപ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് ഇതില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു അവസരം കിട്ടണത്. ഒരു മാരുതി 800 എനിക്ക് ഒരു ഓട്ടം ഇൻഡിവിജ്വലായിട്ട് കിട്ടി. അതായത് ആ മാരുതി 800 ഓണർ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വരികയാണ്. പുള്ളിയുടെ വീട് നമ്മുടെ നാട്ടിലാണെങ്കിലും പുള്ളിയുടെ വൈഫിൻ്റെ വീട് നമ്മുടെ നാട്ടിലാണെങ്കിലും പുള്ളിയുടെ യഥാർത്ഥ വീട് മൂവാറ്റുപുഴ ഭാഗത്താണ്. അപ്പോൾ പുള്ളി ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്ത് വന്നതും പിന്നെ അവിടെ ഒരു മരണവും നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉച്ചക്ക് 3 മണിക്കാണ് 4 മണിക്കെന്താണ് ശവസംസ്കാരം. അതിനു വേണ്ടിയിട്ടാണ് പുള്ളി ഈ കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങിയത്. അപ്പോൾ പുള്ളി പോയതും ഡ്രൈവ് ചെയ്തു, ഇങ്ങോട്ടും വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ എൻ്റെ ഡ്രൈവിങ് പഠിപ്പിച്ച ആശാനോട് വിളിച്ചിട്ട് പറഞ്ഞു, ആശാൻ എനിക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഞാൻ വണ്ടി കൊണ്ടുവന്ന് ചെറായിലോട്ട് വന്നിട്ട് ചെറായിന്ന് എനിക്കൊരു ഡ്രൈവർത്താ, ഞാൻ ഒന്ന് കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ടിരുന്ന് ഉറങ്ങിപ്പോട്ടെ, അവിടെ സംസ്കാരത്തിന് മുമ്പ് എത്തണമെന്ന് പറഞ്ഞു. പുള്ളിയുടെ അമ്മായി ആണ് മരിച്ചത്. അങ്ങനെ ഞങ്ങൾ എന്നെയാണ് അസൈൻ ചെയ്തത് ഈ ട്രിപ്പിന് വേണ്ടിയിട്ട്. എന്നോട് പറഞ്ഞു, ഡാ ഞാൻ നീ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടാട്ടെ ഈ ട്രിപ്പ് തരുന്നത്, നന്നായിട്ട് ഓടിക്കണം. ഞാൻ പറഞ്ഞു അതൊക്കെ ഏറ്റി. നമ്മുടെ അംബാസിഡർ ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് ആയി. ഇപ്പം അത്യാവശ്യം ഓട്ടോ ഒക്കെ ഓടി തുടങ്ങി. പുള്ളിയുടെ കൂടെ തന്നെയാണെങ്കിലും ആശാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറായിലെ മാതാ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയുടെ കേസാണ്. അവരുടെ ആദ്യത്തെ 3 ശിഷ്യന്മാരിൽ ഒരാളാണ് ഞാൻ. ഓക്കെ. അപ്പോൾ കുഞ്ഞുൻ ചേട്ടൻ എന്ന് പറയുന്നത് ആശാൻ മാത്രമല്ല, എൻ്റെ ഒരു അത്രയും വേണ്ടപ്പെട്ടൊരു ചേട്ടനാണ്, എൻ്റെ അയൽവാസിയും കൂടിയാണ്. അപ്പോൾ ആശാൻ എന്നോടൊരു പ്രത്യേക സ്നേഹം, അതുകൊണ്ടാണ് എനിക്ക് ആ ട്രിപ്പ് തന്നത്. അങ്ങനെ പറഞ്ഞിരുന്ന പോലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 800 ഓടിച്ചു. ചെറായിന്ന് പറവൂരെത്തി, പറവൂർക്കവലെത്തി. പെരുമ്പാവൂർ റോഡിലോട്ട് കയറുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല വിശപ്പ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു, യാത്ര തുറന്നു. യാത്ര എത്തിയത് എവിടെയെന്നറിയോ? ഏകദേശം പെരുമ്പാവൂർ ടൗൺ എത്തി. നമ്മൾ നേരെ കോതമംഗലം മൂവാറ്റുപുഴ പോകുന്ന ആ റോഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കലും ചെറിയൊരു ട്രാഫിക് ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. മാരുതി 800 ആണല്ലോ, അംബാസിഡർമ്മ കളിക്കണ പോലത്തെ കളി നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. 800 ഗിയർ പെട്ടെന്ന് ചവിട്ടിയിട്ട് ഇട്ടതാണ് ഫസ്റ്റിലോട്ട്. ഗിയർ എൻ്റെ കയ്യിൽ, കാരണം അംബാസിഡറിൻ്റെ ഗിയർ ഇട്ട് ഉള്ള ആ ഒരു മൂഡിൽ എന്തോ പെട്ടെന്ന് മൂഡ് മാറി ഇട്ടതാണ്. എന്താ ഉണ്ടായെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. അതോടുകൂടി കഥയിൽ ട്വിസ്റ്റുകൾ പലതും സംഭവിക്കാൻ സമയമായി. കാരണം ഗിയർ എന്ന് പറഞ്ഞത് ഊരി കയ്യിലോട്ട് വന്നില്ല, പക്ഷെ ഗിയർ ഇങ്ങനെ ഇതേതുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അവിടെ നിന്ന് വണ്ടി തള്ളി, അപ്പോഴേക്കും ബ്ലോക്ക് ആയിപ്പോയി പെരുമ്പാവൂർ ടൗൺ. അങ്ങനെ തള്ളി കുറച്ചപ്പുറത്തൊരു പള്ളിയുണ്ട്, ഒരു മുസ്ലിം പള്ളിയുണ്ട്, അതിൻ്റെ മുമ്പിലോട്ടായിട്ട് ഇട്ട്. എന്നിട്ട് ഓട്ടോറിക്ഷക്കാർ 2 പേരോട് പറഞ്ഞു. അവർ പറഞ്ഞു നമുക്ക് വർക്ക്ഷോപ്പുകാരെ അല്ലെങ്കിൽ കൊണ്ടുവരാം. അങ്ങനെ MRF നിന്ന് ഒരു ടെക്നീഷ്യനെ കൊണ്ടുവന്നു. സംഭവം 80 രൂപ എങ്ങാണ്ടുള്ളൂ അതിൻ്റെ ഒരു ആ ഗിയർ ഇരിക്കണ ആ ഒരു ഇതുണ്ടല്ലോ, അത് ശരിയാക്കാനായിട്ട്. അന്നത്തെ കാലത്ത് അത്രയും രൂപയുടെ ഇതുണ്ടായുള്ളൂ. പക്ഷേ 80 രൂപയുടെ അല്ല പ്രശ്നം, പോകാനും വരാനും ഒക്കെയുള്ള ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പോകേണ്ട ഒരു കേസ് ഈ മരണാവശ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. അപ്പോൾ അതിൽ കുറേ ഡിലേ വന്നു. അവസാനം ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ വണ്ടിയുടെ ഓണർക്ക് എന്നോട് ഉള്ളൊരു ഇതങ്ങോട്ട് പോയി, ഇമ്പ്രഷൻ പോയി. കാരണം ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് പുള്ളി കയറി ഡ്രൈവ് ചെയ്തു. ഞാൻ സൈഡിലിരുന്നു. പക്ഷെ പുള്ളി അവിടെ തുടങ്ങി എന്നോട് മിണ്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യം. ഒന്ന് പുള്ളി മൂഡ് ഓഫ്, യാത്രയുടെ മൂഡ് ഓഫ്, മരണത്തിൻ്റെ ടെൻഷൻ, സങ്കടം, പിന്നെ സമയം ഇത്. അപ്പോഴേക്കും അവിടെ കാര്യങ്ങളൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം ഓൾമോസ്റ്റ് ടൈമായി.
പള്ളിയിലെത്തി. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഞങ്ങളവിടെ ചെല്ലണത്. ഞങ്ങളവിടെ ചെന്നു. പുള്ളി അവസാനമായിട്ട് പുള്ളിയുടെ അമ്മായിനെ കണ്ടു. സംസ്കാരം കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടാ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഞാൻ വിചാരിച്ചു പുള്ളിയുടെ ദേഷ്യം എന്നോട് മാറും, പിന്നെ ഇത് എന്നെ കൊണ്ട് ഓടിപ്പിക്കുമെന്ന്. അങ്ങനെ പക്ഷേ എന്തോ എന്നെ കൊണ്ട് ഓടിപ്പിച്ചൊന്നുമില്ല. ഞാൻ സൈഡിൽ തന്നെ ഇരുന്ന് പുള്ളിയുടെ വീട്ടിൽ പോയി. പുള്ളിയുടെ വീട്ടുകാരൊക്കെ എന്നെ ഭയങ്കര സ്നേഹം. അവിടെ നിന്ന് വന്ന ആളാണല്ലോ, ഡ്രൈവറാണെന്ന്. അവർക്കറിയില്ലല്ലോ ഈ വണ്ടിയുടെ ഉള്ളിൽ നടത്തുന്ന നാടകങ്ങളൊന്നും ആർക്കും അറിയില്ലല്ല. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ആ യാത്ര രാത്രി എൻ്റെ വീട് വരെ എത്തി. അവിടം വരെ പുള്ളി തന്നെയാണ് മുതലാളി ഡ്രൈവറായ ഒരു കഥയാണത്. ഡ്രൈവറായിട്ട് പോയ ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് മിണ്ടാണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കും കുറ്റബോധം തോന്നി. ഞാൻ ചെയ്യണ്ടായിരുന്നു, അവരോട് മിണ്ടണ്ടായിരുന്നു എന്നൊക്കെ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞിട്ടാ അവസ്ഥ അറിയാല, ദേഷ്യത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, വിട്ടുകളാ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി. ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സാണ്. പുള്ളി ഇത് കാണുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് ഇപ്പോൾ ഓർക്കാൻ കാരണം, ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചല്ല പോണത്, ഞാൻ സൈഡിലിരുന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ യാത്രേനെ കുറിച്ചൊന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഓർമ്മകളാണല്ലോ ഓരോ രസങ്ങൾ. അപ്പോൾ വണ്ടി ഓടിക്കാൻ എന്താ പറയുക, അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ഓടിക്കുക. പുതിയ പിള്ളേരോടാണ് പറയണത്. അബദ്ധങ്ങളൊക്കെ പറ്റും, പക്ഷേ നമ്മൾ അതിനെ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞെന്ന് വെച്ചിട്ട് തകരരുത്. നമ്മൾ പിന്നെയും ചാൻസ് കിട്ടുമ്പോൾ ഓടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.